ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് പരിശുദ്ധാത്മാ ധ്യാനിക്കാൻ പറഞ്ഞിരിക്കുന്നത്. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ പോകാൻ പാടില്ലാത്തടത്തൂടെ പോകണേ. നല്ല മൂത്ത യഹൂദന്മാരുള്ള അടുത്ത് പോകാനുള്ളതിന് ആരാണ്ടൊക്കെ റോമക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലത്തൂടെ പോവാ. കേസറിയ ഫിലിപ്പി സീസറിൻ്റെ സ്ഥലമാണ്, ഫിലിപ്പിൻ്റെ സ്ഥലമാണ്. അങ്ങോട്ടാണ് പോകുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേസറിയ ഫിലിപ്പി പള്ളിയില്ലാത്ത സ്ഥലമാണ്. പള്ളിയില്ല അവിടെ. വിഗ്രഹങ്ങളുടെ നാടാണ്, അമ്പലങ്ങളുടെ നാടാണ്. അവിടേക്ക് ചെല്ലുക ഈശോ. ഹി വിൽ കം എവരിവെയർ. നീ കയറി ചെല്ലാൻ മടിക്കുന്നിടത്തും നിന്റെ ദൈവം കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ഒരുപാട് വിഗ്രഹങ്ങൾ ഇങ്ങനെ ഇരിക്കുക, ഒരുപാട് ദൈവങ്ങൾ ഇങ്ങനെ ഇരിക്കുക. നമ്മൾ പിന്നെ പൗലോസിനെയും കാണുന്നുണ്ട്. ഇത് അരേപ്പാകസില എവിടെയാ? പൗലോസിന് ഇത് പറ്റുന്നുണ്ട്. ചെന്ന് ഒറ്റ ചോദ്യം ചോദിച്ചു, ഞാൻ ആരാ? നമ്മളെ ഒരു ബേസിക് ക്വസ്റ്റ്യനാണ് ഇത്. ചങ്ക് പറിക്കുന്ന ചോദ്യമാണ്. നമ്മളിങ്ങനെ ഇപ്പോൾ ഡിക്ഷണറി എടുത്ത് നോക്കാൻ പോവാ. ക്രിസ്തുവാരാ? ഡിക്ഷണറി നോക്കി പറയേണ്ട ഉത്തരമല്ല മക്കളെ ക്രിസ്തുവാരാന്ന്. എടാ കൊച്ചെ, നിന്റെ ആയുസിന്റെ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ നീ കണ്ടുമുട്ടിയ ക്രിസ്തുവാരാന്നാ ചോദിക്കുന്നേ. വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ചോദ്യം കേട്ടോ. പള്ളി കയറി ഹല്ലേലൂയൊക്കെ പറഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് വാസ്തവത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താ മക്കളെ? ഹല്ലേലൂയ, ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പ്രധാനപ്പെട്ട ചോദ്യം കേട്ടോ. ദാറ്റ് വിൽ ഡിസൈഡ് ഹൂ യു ആർ ആൻഡ് വാട്ട് യു വിൽ ബിക്കം. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ആരും ഒച്ചത്തിൽ പറയണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി. അത് പറയും നീ ആരാന്ന്. 2, നിന്റെ നാളെയെ പറ്റി അത് പറയും. ഇറ്റ് ഈസ് എ പ്രോഫസി. ഒരു പ്രവചനമായിട്ട് വാങ്ങാൻ പോവാത്. നമുക്ക് എന്താണോ ദൈവം എന്നതാണോ, എനിക്ക് എന്നതാ ദൈവം ക്രിസ്തു. ക്രിസ്തു എന്നാ സീരിയസ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ക്രിസ്തുവിനെ എടുത്തിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഈശോയെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? മതം, ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് വല്ലാണ്ടൊക്കെ പരത്തി വച്ചിരിക്കുക. ഈ ഉണങ്ങാത്ത ചോരയെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ഈ ഉണങ്ങാത്ത ചോരയുടെ പേരാണ് ക്രിസ്തു. എനിക്കും നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ഉണങ്ങാത്ത ചോരയുടെ പേരാ ക്രിസ്തു. കണ്ണു നനയ്ക്കണം മക്കളെ, കണ്ണു നനയ്ക്കണം. എൻ്റെ അപ്പൻ മരിച്ചു പോയതാ. അപ്പനെന്ന് ഓർക്കുമ്പം എൻ്റെ ചങ്കൊന്ന് പടയാറുണ്ട്. അപ്പനെ പറ്റി പ്രസംഗിക്കുമ്പോൾ ഇപ്പം അപ്പനെന്ന് പറയുമ്പോൾ ഉണ്ട്. അപ്പൻ അപ്പൻ എൻ്റെ അപ്പൻ നിങ്ങൾക്ക് ആരൊന്നുമല്ല. പക്ഷെ എൻ്റെ അപ്പൻ ഒരുപക്ഷെ അല്ല, ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് എനിക്ക് ജന്മം തന്ന വ്യക്തിയാണ്. അവളെ ബന്ധം വേറെയാ. എൻ്റെ അമ്മ നിങ്ങൾക്കത് പലതുമായിരിക്കും. എനിക്ക് പക്ഷേ ഞാൻ 9 മാസം വളർന്ന ദൈവിക സാന്നിധ്യത്തിൻ്റെ ഇടവാ എൻ്റെ അമ്മയുടെ ഉത്തരം. അവളെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ വല്ലാതെ ഹൃദയം പിടിക്കാറുണ്ട് മകളെ, വല്ലാതെ ഹൃദയം പിടിക്കാറുണ്ട്. അപ്പൻ അമ്മ, ഈ അപ്പനെന്ന് പറയുമ്പോൾ അമ്മയെന്ന് പറയുമ്പോൾ ഹൃദയം പിടിക്കുമ്പോൾ ക്രിസ്തു എന്ന് പറയുമ്പോൾ ഹൃദയം പിടിക്കുന്നുണ്ടോ? ഇതേ ഒരു ചോരബന്ധ ക്രിസ്തുവുമായിട്ട് നമുക്ക് തോന്നാറുണ്ടോ? ഒരു ചോരബന്ധ ക്രിസ്തുവുമായിട്ട്. ഹല്ലേലൂയ. നമുക്കൊരു മണ്ണ് ബന്ധമാ ക്രിസ്തുവുമായിട്ടുള്ളത്. ഒന്ന് തൊട്ടുമുത്താൻ. വണ്ടിക്കൂലി തരണേ, കാപ്പി തരണേ, ചോറ് തരണേ. വണ്ടിക്കൂലി കാപ്പി ചോറൊന്നും അല്ല മക്കളെ, അതിനപ്പുറത്താണ്.
ഒരഭിഷേകത്തിന്റെ പേരാ ക്രിസ്തു, ഈശോയെ. ഒരു കരുത്തിന്റെ പേരാ ക്രിസ്തു, ഒരു പ്രത്യാശയുടെ പേരാ ക്രിസ്തു, ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പേരാ ക്രിസ്തു. മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുക ക്രിസ്തു, ജീവിക്കാൻ പ്രേരിപ്പിക്കുക ക്രിസ്തു, തീർന്നു പോയിട്ടില്ലെന്ന് പറഞ്ഞു തരിക ക്രിസ്തു. ആർക്കും തടയാൻ പറ്റാത്ത, ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു അനുഗ്രഹം നിനക്കുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലിന്റെ പേരാ ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കും നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന്, ആർക്കും നിന്നെ എഴുതിത്തള്ളാൻ പറ്റത്തില്ലെന്ന്, ഒരുത്തൻ വിചാരിച്ചാലും നിന്നെ വിളക്ക് കെടുത്താൻ പറ്റത്തില്ലെന്ന് നിന്നോടുള്ള ഓർമ്മപ്പെടുത്തലിന്റെ പേരാ ക്രിസ്തു. ഹല്ലേലൂയ. ജീവിതത്തിൽ ചെറിയ സഹായം തന്നവരോടൊക്കെ നമുക്ക് എന്ത് കടപ്പാടല്ലേ? ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. നല്ല അപ്പനും അമ്മയൊക്കെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കും. വന്ന വഴി മറക്കല്ലടാ, വന്ന വഴി മറക്കല്ല. ഒരു ഗ്ലാസ് പച്ചവെള്ളം തന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ മരണം വരെ ഓർത്തോണം. ഒരു ഗ്ലാസ് പച്ചവെള്ളം ജീവിതത്തിൽ തന്നിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ മരണം വരെ ഓർത്തോണം. ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. നല്ല അപ്പനും നല്ല അമ്മയൊക്കെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ് അത്. മകളെ വേറെ ഒരു ഉപദേശം ഒന്നും കൂടെ, ഇത്രയും കൂടെ, അതാ ദൈവോപദേശം. നിന്റെ ജീവിതത്തിന്റെ ഓരോ തരത്തിലും പച്ചവെള്ളം തന്ന വ്യക്തിയെ പോലെ ഇട കൊച്ചത് മറന്നേക്കല്ല, വന്ന വഴി മറന്നേക്കല്ല. ഹല്ലേലൂയ. ഒത്തിരി എളിമപ്പെടുത്തും മക്കളെ, ഒത്തിരി എളിമപ്പെടുത്തും. വന്ന വഴിയെ പറ്റിയുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി എളിമപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്ന ചോറിന് നന്ദി കാട്ടണം എന്നൊക്കെ നമ്മൾ പറയും. തിന്ന ചോറിന് നന്ദി കാട്ടണം, തിന്ന ചോറിന് നന്ദി കാട്ടണം. ഒരുപിടി ചോറാരും തന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അവരെ മറന്നു കളഞ്ഞേക്കല്ല. ഹല്ലേലൂയ. നമ്മൾ മറക്കും മക്കളെ, നമ്മൾ ഈ മലയാളികള് നന്ദിയില്ലാത്ത കൂട്ടമാണ്. അവള് മറന്നു കളയുന്നേ. നമ്മൾ പറയും അയാൾക്ക് ചോറ് കൊടുത്ത് നമ്മളെന്ന് പറഞ്ഞു കളയും. അയാൾക്ക് ചോറ് കൊടുത്ത് അത് നന്ദി കെട്ട ഒരു അവസ്ഥയാണ്. നമ്മൾ നന്ദി എന്നാണ് കുർബാനയുടെ പേര്, യൂക്കലിസ്റ്റ്, നന്ദി എന്നാ പേര്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളെ. വലിയ പുണ്യമൊന്നും കേറണ്ടെന്നേ, കോവിഡ് വെച്ച് സ്വർഗത്തിലോടൊന്നും കേറണ്ട. നിനക്ക് നന്മ ചെയ്തവരുടെ മുമ്പിൽ ഒന്ന് കൈ കൂപ്പി നന്ദിയോടെ നിന്നാ മതി. ഹല്ലേലൂയ. അവിടെ പരിശുദ്ധാത്മാവ് വരും, അവിടെ ദൈവത്തിന്റെ കരുണയുണ്ടാവും, അവിടെ ദൈവാഭിഷേകം ഉണ്ടാകും. മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? വിഷയമക്കളെ, ആരാണ് മനുഷ്യപുത്രൻ? ഈശോ ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ഏറ്റവും ഹൈറ്റ് കൊടുത്തു സ്നാപയോഹന്നാൻ, പള്ളി പ്രസംഗക്കാരനല്ലേ. അച്ഛനെ കണ്ട പ്രവാചകനെ പോലെ ഇരിക്കുന്നത്, അച്ഛനെ കണ്ട പത്രോസിൻ്റെ തീക്ഷണത, പൗലോസിന്. എനിക്കിതിനപ്പുറത്തൊന്നും കേൾക്കണ്ടല്ലോ. ജനം പറഞ്ഞുകൊണ്ടിരിക്കുക ഈശോയോട്, സ്നാപകയോഹന്നാനില്ലേ, സ്നാപകയോഹന്നാനാന്നാണ് പറയണേ. മരിച്ച സ്നാപകയോഹന്നാൻ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ പോഷത്തരം നോക്കണേ. ഈശോയും സ്നാപകയോഹന്നാൻ തമ്മിൽ 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. ജനിച്ചതിൽ പ്രായത്തിൽ 6 മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. സ്നാപകൻ മരിച്ചിട്ട് ഇത് പറയുന്നത് പിന്നെ അർത്ഥമുണ്ട്. സ്നാപകൻ്റെ ആത്മാവ് കൂടിയിരിക്കുക. ക്രിസ്തുവിനെ ചെറുതാക്കുക മക്കളെ. നമ്മൾ വലുതാക്കി ഈശോയെ ചെറുതാക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് എൻ്റെ വയറ്റ് വേദന മാറ്റി, നിൻ്റെ വയറ്റ് വേദന മാറ്റി ക്രിസ്തു നല്ലടാ. നിന്റെ ജീവിതത്തിന് പ്രകാശം തന്ന ക്രിസ്തു എന്ന് പറയണം. എൻ്റെ ജീവനാണ് എൻ്റെ ക്രിസ്തു എന്ന് പറയണം. ഹല്ലേലൂയ. സ്നാപകയോഹന്നാൻ വേറെ പറഞ്ഞു, അങ്ങ് ഏലിയാന്ന് പറഞ്ഞു, വലിയ പ്രവാചകനാണ്. അഗ്നിത്തേരി സ്വർഗത്തിലേക്ക് കയറിപ്പോയി ഏലിയ പ്രവാചകനാണ് നീ എന്ന് കർത്താവ് കേട്ടുകൊണ്ട് നിന്നു. അതിനപ്പുറത്തുണ്ട് മക്കളെ. ഇന്ന് ലോകചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത ഏത് അനുഗ്രഹത്തിനും അപ്പുറത്തുള്ളൊരു അനുഗ്രഹം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഏത് അഭിഷേകത്തിനും അപ്പുറത്തുള്ളൊരു അഭിഷേകം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ വരവരച്ച് പ്ലാൻ വരച്ചിട്ടിരിക്കുക. നമ്മുടെ പ്ലാനുകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട് മക്കളെ. നമ്മുടെ പദ്ധതികൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. സ്നാപകയോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ. ഒട്ടും മോശമല്ലാത്തൊരു പ്രവാചകനാണ്. ബൈബിളിൽ വളരെ ശക്തനായിട്ടുള്ള പ്രവാചകൻ ജെറമിയ പ്രവാചകൻ. ദേവാലയത്തിൻ്റെയൊക്കെ മുമ്പിൽ പോയി ഒന്ന് വെല്ലുവിളിച്ചതാണ്.
നീ ഇത് യോസേഫ് ദേവാലയത്തിന് മുമ്പിൽ നിൽക്കും, നീ ജെറമിയാന്നാണ് ചിലർ വിചാരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഏലിയ മരിച്ചിട്ടില്ല, അതുകൊണ്ട് ഏലിയ വീണ്ടും വരുമെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ജെറമിയായി മരിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല, ജെറമിയായെ കാണാതെ പോയെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ആ ജെറമിയായ അങ്ങനെ കയറി വന്നതാണോ നീ എന്ന്? ദൈവത്തെ ചെറുതാക്കി കാണരുത് മക്കളെ, ദൈവത്തെ ചെറുതാക്കി കാണരുത്. നിന്റെ ദൈവത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറയുന്നു. മോശമൊന്നുമല്ല പറഞ്ഞത്, അതല്ല ക്രിസ്തു, അതല്ല ക്രിസ്തു. ലോകത്തിൽ ആരുമായിട്ടും നിനക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ക്രിസ്തുവിനെ. ലോകത്തിൽ ആരുമായിട്ടും നിനക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല ക്രിസ്തുവിനെ. അതൊന്നും അല്ലടാ കൊച്ചെ ക്രിസ്തു. നീ പറയുന്നതല്ല ക്രിസ്തു, നീ ചിന്തിക്കുന്നതല്ല ക്രിസ്തു, നീ പറയുന്നതല്ല ക്രിസ്തു, നീ ചിന്തിക്കുന്നതല്ല ക്രിസ്തു. അവൻ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചോദിച്ചു, ഞാൻ ആരെന്നാണ്? പത്രോസേ, യാക്കോബേ, യോഹന്നാൻ, തോമാ, മത്തായി, ബർത്തലോമിയോ, ഫിലിപ്പേ, യൂദാ, ഞാൻ ആരാ? മിണ്ടാട്ടം മുട്ടിപ്പോയി. പിന്നെ ഒരു പൊട്ടനുണ്ട്, പൊട്ടത്തിനെ മുഴുവൻ വിളിച്ച് പറയുന്നൊരുത്തൻ. അവൻ പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഹല്ലേലൂയ. ബൈബിളിൽ ഇതുപോലൊരു വെളിപാടില്ല മക്കളെ. എടുത്തുയാട്ടക്കാരൻ പത്രോസ് പറഞ്ഞതുപോലത്തെ ഒരു വെളിപാട് ബൈബിളിൽ കിടപ്പില്ല. നോക്കി, അവൻ്റെ ബലഹീനത അവൻ പറഞ്ഞു. ബാക്കിയെല്ലാവരും ചിരിച്ചു. ക്രിസ്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആളുകൾ ചിരിക്കും മക്കളെ. ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ ആളുകൾ നമ്മളെ പരിഹസിക്കും. ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ നീ ഒറ്റപ്പെടും. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ നിനക്ക് പലതും നഷ്ടപ്പെട്ടെന്ന് വരും. ഒരു വിലയുണ്ട് മക്കളെ. പത്രോസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മണ്ടത്തരമായി പോയല്ലോ എന്ന് വായും പൊത്തി നിൽക്കുക. ക്രിസ്തുവിൻ്റെയൊക്കെ വഴിയിൽ ഇറങ്ങാമെന്ന് തീരുമാനമെടുത്തിട്ട് വായും പൊത്തി നിൽക്കുന്നവരാ നമ്മള്. നമുക്ക് പേടിയാ മക്കളെ, നമുക്ക് ദൈവത്തെ പേടിയാ, നമുക്ക് മനുഷ്യരെ പേടിയാ, നമുക്ക് എല്ലാറ്റിനെയും പേടിയാന്നേ, നമുക്ക് നമ്മളെ തന്നെ പേടിയാ. ഹല്ലേലൂയ. ധൈര്യത്തോടെ ജീവിക്കണം മോനെ. ഒരു ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞ് ധൈര്യത്തോടെ ജീവിക്കണം. നിനക്കെന്നെ തൊടാൻ പറ്റത്തില്ലെന്ന് പറയണം. എൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ പറഞ്ഞുകൊണ്ട് ജീവിക്കണം. നീ പറയുന്ന പരദൂഷണത്തിലൊന്നും ഞാൻ വീണു പോകില്ലടാ. നീ ഊതിയാ ഞാൻ കെട്ടുപോകത്തില്ലടാ. നീ അടിച്ചാൽ ഞാൻ തകരത്തില്ലടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജീവിതത്തിന് ഒരു വിധിക്കും നമ്മൾ തകർക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ധൈര്യം പത്രോസ് ചാടി പറഞ്ഞു. ഒരു ധൈര്യം. നീ ദൈവങ്ങളെ പ്രാർത്ഥനയുടെ രഹസ്യം പഠിപ്പിച്ചു തരട്ടെ. നീ ജീവിക്കുന്ന ദൈവത്തിന് പുത്രനായ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതം നടക്കും. നമ്മളിങ്ങനെ കുറച്ച് പ്രാർത്ഥനയൊക്കെ പാടിച്ചു വെച്ചിട്ട് അത് തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ബൈബിളിലെ പ്രാർത്ഥനകൾ എഴുതി വെക്കണം. ബൈബിളിലെ പ്രാർത്ഥനകൾ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ദൈവമേ, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എൻ്റെ മേൽ കനിയണമേ. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എൻ്റെ മേൽ കനിയണമേ. ഒരു 100 തവണ പ്രാർത്ഥിച്ചു. എന്ത് കാര്യമായിക്കൊള്ളും നടന്നിരിക്കും. നടന്നിരിക്കും. നമുക്കൊന്നും അറിയത്തുമില്ല, നമുക്കൊന്നും അറിയുകയും വേണ്ട, നമുക്കൊന്നും നടക്കുകയും വേണം മക്കളെ. ഒരു തീക്ഷ്ണത വേണം. ഓരോ പ്രഭാതത്തിൽ പുതിയ സ്നേഹമാണെങ്കിൽ ഓരോ ദിവസവും ഒരു പുതിയ അനുഗ്രഹം നമുക്ക് പ്രാപിക്കണം. ഓരോ ദിവസവും ഒരു പുതിയ മേച്ചിൽ പോകാൻ കർത്താവ് തുറന്നു തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു ത്രില്ല് വേണം എൻ്റെ പൊന്നു മക്കളെ. ജീവിതത്തിൽ ഒരു ആവേശം വേണം. ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും ഇല്ലെന്ന് പുതിയ തലങ്ങളിലേക്ക്, പുതിയ രീതികളിലേക്ക്, പുതിയ വ്യാഖ്യാനങ്ങൾ കർത്താവ് പ്രഘോഷകന് തരണം. പുതിയ ബോധ്യങ്ങൾ തരണം. പാട്ടുകാർ പുതിയ പാട്ട് പാടണം. പ്രസംഗിക്കുന്നതിന് പുതിയ പ്രസംഗം പ്രസംഗിക്കണം. ശുശ്രൂഷ ചെയ്യുന്ന പുതിയ രീതി ശുശ്രൂഷ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല പഴഞ്ചന കയ്യിലിരിക്കുന്നതാ. അഭിഷേകമില്ലാത്തവിടെ പഴഞ്ചൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓക്കേ, പുതിയ പ്രസിഡന്റ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്
ഇനി അമേരിക്ക ദൈവമില്ലാതെ പോകില്ല. അയാൾ പറയുക, ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറയുക, അമേരിക്ക ദാരിദ്ര്യം ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് പറഞ്ഞാൽ പോരെ. അമേരിക്ക എന്തായാലും ആകുന്നു. ഇയാൾ പറയുക അമേരിക്കയിൽ ഇനി ദൈവം ഉണ്ടായിരിക്കും, ഇനി ദൈവത്തിന്റെ ഭരണം ഈ അമേരിക്കയിൽ ആരംഭിക്കുക. ഹല്ലേലൂയ. അത് നട്ടല് വേണം, ചോരയ്ക്കകത്ത് ഹീമോഗ്ലോബിനും വേണം, ചോരയ്ക്കകത്ത് ഹീമോഗ്ലോബിനും വേണം അതിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നല്ലതാ മനുഷ്യന്. എത്ര വയസ്സുണ്ട്? 80 വയസ്സുണ്ട്, എനിക്കറിയില്ല, ഏജ് ഞാൻ ഓർക്കുന്നില്ല. ഒരു രാജ്യത്തെ, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ ഭരണാധിപനായിട്ട് അയാൾ കയറുക. ഹല്ലേലൂയ പാടി സ്തുതിക്കുക. നിങ്ങൾ കണ്ടായിരുന്നോ അത്? ഹല്ലേലൂയ പാടി സ്തുതിക്കുക. ഒരു മനുഷ്യൻ കരിസ്മാറ്റിക്കൊന്നും അല്ലത്. ഒരു രാഷ്ട്രത്തിന്, ഏറ്റവും വലിയ രാഷ്ട്രത്തിന്റെ സർവ്വ സൈന്യാധിപ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന് ഹല്ലേലൂയ പാടുക, ദൈവത്തിന് സ്തുതി പറയുക. God is back in America. ദൈവം അമേരിക്കയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നൊക്കെ പറയുക മനുഷ്യൻ. ഹല്ലേലൂയ. നമുക്ക് സമ്പത്തുണ്ടാകുമ്പോൾ ഒരു ഗുണമുണ്ടാകും, God is out. ഈ മനുഷ്യൻ അമേരിക്ക പ്രസിഡന്റായപ്പോൾ അയാൾ God is in. അതാ മക്കളെ വ്യത്യാസം. ഹല്ലേലൂയ. ഒന്നോ രണ്ടോ വഴിക്ക് വെച്ച് വെടിവെച്ചതാ, തീർന്നു പോകേണ്ട മനുഷ്യനാ. അയാൾക്ക് നന്ദിയുണ്ടെന്നേ, അയാൾക്ക് നന്ദിയുണ്ട്. നമുക്കെല്ലാം ജീവിതം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അല്ലെന്ന്. എടാ കൊച്ചെ, ഒരു ദിവസം നീട്ടി കിട്ടിയെങ്കിൽ അത് ദൈവത്തിന്റെ കാരുണ്യമാണ്. നിനക്കെന്നെ തിരിച്ചറിയാൻ പറ്റാത്തത്. ഹല്ലേലൂയ. ഞാൻ പറയാറില്ല, ഞായറാഴ്ചകളിൽ മക്കൾ വരും. ഇന്നലെ മിനിയാന്ന് ഞായറാഴ്ച എൻ്റെ മകൾ വന്നിരിക്കുക. ഉറക്കത്തിൽ ഭർത്താവ് അറ്റാക്കായിട്ട് മരിച്ചുപോയി. ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനെ, വിദേശത്താണ്, രാവിലെ മരിച്ചു കിടന്നു. ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ പറ്റിയില്ലെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയ പോലെ വൈകിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞൊക്കെ കിടന്നതാണ്. ഒന്ന് ആലോചിച്ച്, നമുക്കൊക്കെ എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത് ജീവിക്കാൻ? നമ്മളെ എത്ര കൂളായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നതല്ലേ. ഹല്ലേലൂയ. അവളെ നിൽക്കുക, 3 പിള്ളേരുമായിട്ട് ഇങ്ങനെ നിൽക്കുക. അവൾക്ക് കരയാനും അറിയത്തില്ല, അവൾക്ക് പറയാനും അറിയത്തില്ല. പിള്ളേർ കിടന്ന് വയലൻ്റ് ആവുന്നുണ്ട് അവിടെ കിടന്ന്. വിദേശത്ത് അങ്ങോട്ട് വന്നതാ. നൊമ്പരം പൊട്ടി ഒഴുകുന്നത് ഞാൻ കാണാറുണ്ട് മക്കളെ. ചൊവ്വാഴ്ചക്കാലം കൂടുതൽ ഞാൻ ഞായറാഴ്ചകളിൽ ഇത് കാണാറുണ്ട്. കാരണം ചൊവ്വാഴ്ച അധികം പേർക്ക് അടുത്തു വന്ന് വർത്തമാനം പറയാൻ പറ്റത്തില്ലല്ലോ. ഞായറാഴ്ച ശരിക്കും ചങ്ക് പൊട്ടിപ്പോവും. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നില്ല, ചിലപ്പോൾ തലയുറ്റുന്ന പോലെയൊക്കെ തോന്നും ചിലത് കേട്ട് കഴിയുമ്പോൾ. താങ്ങാൻ പറ്റാത്തതാണ് ഈ പാവം പിടിച്ച പെണ്ണുങ്ങൾ ജീവിക്കുന്നത്. ഈ പാവം പിടിച്ച പെണ്ണുങ്ങൾ ജീവിക്കുന്നത് താങ്ങാൻ പറ്റും. ഇവളുമാർ എങ്ങനെ ജീവിക്കുന്നത്? ഞാൻ ആത്മാർത്ഥത്തോടെ പറയുന്ന വാക്കുകളായത്. ഞാൻ ചോദിക്കാം, ദൈവമേ എങ്ങനെ? നിന്നെ ആ സ്തുതിക്കുന്ന ഇവർക്ക് കൊടുക്കുന്ന കരുത്ത്. എല്ലാവർക്കും കൈവിട്ട് പോയ അവസ്ഥയിലൊക്കെ നിൽക്കുന്ന പിള്ളേർ വന്ന് നിൽക്കാറുണ്ട് എൻ്റെ മുമ്പിൽ. ഇന്ന് രാവിലെ പങ്കുവച്ച് വന്നു, ഭർത്താവ് മുഴുക്കൊടിയാ. അവൾ പറയാ, ഞാൻ പോവാ നാളെ. ഒരു കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ. ഹല്ലേലൂയ. മക്കളുടെ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങണം. ഇൻ റിലേഷൻ വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതത്തെ കാണാൻ തുടങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ലിവിങ്, ദൈവം എന്ന് പറഞ്ഞു ഓർത്ത, ലിവിങ്, ലൈഫ് ഗിവിങ്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ, സൺ ഗോഡ്, പുത്രനായ ക്രിസ്തു. യഹൂദജനം കാത്തിരുന്ന മെസ്സയായ നോക്കണ ശങ്കിന്ന് ഒരു പ്രവചനം വരിക. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വായനകളൊക്കെ ഇല്ലായിരുന്നോ? ദൈവങ്ങളെ പ്രവചനവരം വേണം. നീ അറിയാതെ ദൈവിക രഹസ്യങ്ങൾ പറയും. പറഞ്ഞു കഴിയുമ്പോഴോ ദൈവമേ എന്നീ പറഞ്ഞത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം അച്ഛനെ പറ്റി പറയുന്ന കേട്ട്, അച്ഛൻ അൾത്താരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവർ കരയും. അച്ഛൻ വചനം പറയാൻ തുടങ്ങുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞൊഴുകുക മനുഷ്യന്റെ. വെറുതെ അച്ഛൻ പ്രസംഗം ആരംഭിച്ച അവിടെ മനുഷ്യനിങ്ങനെ കണ്ണീരൊഴുക്കാൻ തുടങ്ങുക.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകൈ ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകൈ ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകൈ ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവങ്ങളെ നോക്കിയേ, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ ക്രിസ്തുവാ. യു ആർ ദ മെസ്സയ. നീ കർത്താവാ, നീ ദൈവമാ, നീ രക്ഷകനാ, നീ എന്റെ ദൈവമാ, നീ എന്റെ നാഥനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളിത് ഗ്രഹിക്കണം. ഇതാ പ്രാർത്ഥന. ക്രിസ്തുവേ 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 എന്ന് വിളിക്കുന്ന, ഹൃദയത്തിൽ തട്ടി വിളിക്കുന്ന പ്രാർത്ഥന. പഴംപുരാണം പറഞ്ഞുകൊണ്ട് പോവുക ഇവിടെ. പഴംപുരാണം ഒന്ന് പഴംപുരാണമൊന്നുമില്ല മക്കളെ, ചങ്കിക്കൊള്ളും. ഒറ്റ വാക്കും അരവാക്കും ഒക്കെ പ്രാർത്ഥന. ഇന്നലെ കാത്ത് പാലിച്ച ഒന്നുമില്ലെന്ന്, അതിനൊന്നും ആത്മാർത്ഥതയില്ലാത്ത വാക്കുകളാണ്. എൻ്റെ കർത്താവേ, എൻ്റെ രക്ഷക, എൻ്റെ ദൈവമേ, ഇതാ പ്രാർത്ഥന. ചങ്കിത്തട്ടി ഒന്ന് യേശുവെന്ന് വിളിക്കുന്ന മക്കളെ പ്രാർത്ഥന. ഇറങ്ങും ഇറങ്ങും. മക്കളെൻ്റെ അടുത്ത് പറയാം, അച്ഛാ ഞാൻ പ്രാർത്ഥിച്ച് ഇറക്കിയിട്ടുണ്ട് കർത്താവിനെ. അച്ഛാ ഞാൻ പ്രാർത്ഥിച്ച് മണ്ണിൽ ഇറക്കിയിട്ടുണ്ട് കർത്താവിനെ. ചില രോഗപീഠകൾ വന്നപ്പോ, ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നപ്പോ, അച്ഛൻ അറിയത്തില്ല. ഒരു പങ്കുവച്ച് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ഞാൻ മെറ്റൽ വാരി മുട്ടുകുത്തി എന്റെ മുട്ടുപൊട്ടി ഒഴുകുവാരെന്ന് വെച്ചാൽ ഞാൻ കർത്താവിനെ വിളിച്ച് നിലത്തിറക്കിയിട്ടുണ്ട്. ഞാൻ കർത്താവിനെ വിളിച്ച് നിലത്തിറക്കിയിട്ടുണ്ട്. തൻ്റെ ഇടം കൊണ്ട് അങ്ങനെയൊക്കെ ഒന്ന് പറയാൻ. ആ പറച്ചിൽ കേൾക്കുമ്പോൾ തീ വീർത്തിറക്കുന്ന എനിക്കറിയാം. ആ പറച്ചിൽ കേൾക്കുമ്പോൾ തീ തെറിക്കുന്നത്. നീ എന്തെങ്കിലും കർത്താവിനെ വിളിച്ച് ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ടോ കൊച്ചേ? നീ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവിനെ വിളിച്ച് ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗോഡ് ഈസ് അവേ. തമ്പുരാനൊക്കെ ഒരുപാട് ദൂരം. നീ സ്വർഗ്ഗത്തിൽ നിന്നോ ഞാൻ ഭൂമിയിൽ, നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അടുത്ത് വന്ന അവന് ചൂട് കൂടുതലാണ്. സൂര്യൻ അടുത്ത് വരുമ്പോഴത്തേനെ ഭയങ്കര ചൂടാണ്. ഹല്ലേലൂയ. 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 യേശു അവനോട് പറഞ്ഞു, കേൾക്കണം കേട്ടോ, യോനായുടെ പുത്രൻ അപ്പൻ്റെ ഗുണമാണ് മക്കളിൽ വരുന്നത്. ഗുണമില്ലാത്ത അപ്പനുണ്ടല്ലോ, ബാക്കി പറയുന്നില്ല. യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മത്തായി സുവിശേഷം തങ്ങുന്ന അക്ഷരസൗഭാഗ്യങ്ങൾ, ഭാഗ്യം അതേ വാക്ക് അതേ എക്സ്പ്രഷനാണ്. നീ ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ സ്വർഗം സ്വന്തമാക്കിയവനർത്ഥം. ഇത്രയും പറഞ്ഞാൽ സ്വർഗം കിട്ടും മക്കളെ. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഹല്ലേലൂയ. സ്വർഗം നിന്റെ സ്വന്തം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ബ്ലെസ്സിങ് വരുന്ന വരവ് കണ്ടോ? ഒരു ബ്ലെസ്സിങ് വരുന്ന വരവ് കണ്ടോ? ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിൽ നീ കാണിക്കുന്ന ആത്മാർത്ഥത, നീ കാണിക്കുന്ന സമർപ്പണം, നീ നിന്നെ തന്നെ ഇല്ലാതാക്കുമ്പോ, നീ പൊട്ട കളിക്കുമ്പോ കർത്താവ് നിന്നെ ഉയർത്തു, കർത്താവ് നിന്നെ വാഴ്ത്തു, കർത്താവ് നിന്നെ അനുഗ്രഹിക്കൂ. യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. 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 കാരണം മാംസ രക്തങ്ങളല്ല, ഓഫ് നോ യൂസ്, ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് നോ യൂസ്. അപ്പുറത്താ ദൈവം. മാംസരക്തങ്ങളല്ല. മാംസവും രക്തവും വഴിതെറ്റിക്കും മക്കളെ. മാംസവും രക്തവും ദൈവത്തിൽ നമ്മൾ അകറ്റിക്കളയും. ഹല്ലേലൂയ. 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 മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവാണ്. എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവാണ്. ഹല്ലേലൂയ. 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 ബന്ധമായ പോക്ക് കണ്ടോ? നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോ പത്രോസേ, യോനായുടെ പുത്രനായ ശിമയോനെ, എൻ്റെ അപ്പനാകട്ടോ ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ഇത് സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യമാ. ഇത് ദൈവത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന രഹസ്യമാ. യുഗങ്ങളും തലമുറകളുമായിട്ട് മറച്ചു വയ്ക്കപ്പെട്ട രഹസ്യമായത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ദൈവിക ജ്ഞാനം കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു അഭിഷേകം നോക്കിക്കേ.
ഒരു ദൈവവചനം വായിച്ച് ഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബലമുണ്ട് മക്കളെ. ഒരു ദൈവവചനത്തിന് തരാൻ പറ്റുന്ന ഒരു കരുത്തുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. അതൊരു ആത്മീയ രഹസ്യങ്ങളെ. സ്വർഗം തരണ ഒരു ആത്മീയവരം. ആത്മീയവരം മനുഷ്യൻ്റെ അധ്വാനമല്ല, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമല്ല എന്ന് റോമാലേഖനം പിന്നെ പറയുന്നുണ്ട്. കർത്താവിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മാംസരക്തങ്ങളല്ല, ഇല്ല. സ്വർഗ്ഗസ്ഥനായ, നമുക്ക് പെട്ടെന്ന് വായിച്ച് നിർത്താം. സ്വർഗ്ഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. ഞാൻ നിന്നോട് പറഞ്ഞു. നിന്നെ കേൾക്കണോ? ഒറ്റ പ്രാർത്ഥന, വെടിക്കെട്ട് പ്രാർത്ഥനയാണ്. യു ആർ ദ റോക്ക്. മാറി, ഇനി ഒരുത്തരും നിന്നെ തൊടില്ല. ആരുടെ ചങ്കിലി ഉറപ്പുണ്ടോ ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മെസ്സിഹായാണ് ക്രിസ്തുവാണെന്ന് ഉറപ്പുണ്ടോ? യു ആർ ദ റോക്ക്. പത്രോസ്, നീ പാറയാകുന്നു. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് നോക്കിയങ്ങളെ ആദ്യത്തെ മാർപ്പാപ്പയുടെ കഥയെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഈ ഒരു വിശ്വാസത്തിൻ്റെ മുകളിൽ കർത്താവിൻ്റെ പള്ളി പണിയും. നിന്റെ ജീവിതത്തിൽ ഈ വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പള്ളി പണിയും. ദൈവം നിന്റെ ഹൃദയത്തിൽ വസിക്കും, നിന്റെ ജീവിതത്തിൽ വസിക്കും. നിന്റെ ജീവിതത്തിൽ അത്ഭുതമായി വിസ്മയമായി ദൈവം മാറും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യാഖ്യാനിക്കാൻ നേരമില്ല. ഒന്ന് വായിച്ച് പിന്നെ ഒരിക്കൽ നമുക്ക് സമയമുള്ള കർത്താവ് തരുമ്പം പറയാം. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കർത്താവേ. ദൈവരഹസ്യമുള്ളവൻ്റെ കയ്യിലെ ദൈവത്തിൻ്റെ താക്കോലുണ്ട്. ദൈവത്തിൻ്റെ താക്കോലുണ്ട്. കിടന്ന് ഉറങ്ങിക്കോ. നീ ഉറങ്ങിക്കോടാ, നീ ഉറങ്ങിക്കോ. നീ ഇറച്ചിയും തിന്ന് മീനും തിന്ന് വെട്ടി വിഴുങ്ങി കിട്ടുന്നതെല്ലാം കൂടെ വാരി വാരി തിന്ന് നടക്കുക. നീ തിന്ന, നീ കുടിക്കുക, നീ ആർമാദിക്കുക. പുഴു തിന്നും നിന്നെ, പുഴു തിന്നും നിന്നെ. നോക്കിക്കേ, ഇത് നിന്റെ ചങ്കിലോട്ട് കയറിയുണ്ടല്ലോ. സ്വർഗത്തിന്റെ സേഫിന്റെ താക്കോലും മുഴുവൻ തന്നിരിക്കുക. ഏത് വേണേ തുറന്നോ, ഏത് വേണേ തുറന്നോ. ഏത് കൃപയും തുറക്കാൻ, ഏത് അഭിഷേകവും തുറക്കാൻ, ഏത് അനുഗ്രഹവും തുറക്കാൻ, ഏത് കൃപയും തുറക്കാൻ. ഇന്നാതാക്കോല് പത്രോസേ, സ്വർഗത്തിന്റെ താക്കോൽ തന്നെയാണ്. നോക്കി നോക്കളെ, ദൈവിക ജ്ഞാനം കിട്ടിയവൻ സ്വർഗം അടയ്ക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. സ്വർഗീയ കൃപകളും സ്വർഗീയ അനുഗ്രഹങ്ങളും അവൻ അടയ്ക്കുകയും അവന്റെ കയ്യിലാതിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം വായിക്കണം, 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 വായിക്കണം. മനസ്സിലാകുവോളം, ചക്കിൽ അലിഞ്ഞു ചേരുവോളം, രക്തത്തിൽ ചേരുവോളം വായിക്കണം. നിസ്സാര കാര്യമാണെന്ന് വിചാരിച്ച സ്വർഗത്തിന് താക്കോല്. നീ പറയുന്ന രോഗശാന്തി ഉണ്ടല്ലോ, അവിടെ ഇരിപ്പുണ്ട്. നീ പറയുന്ന സമാധാനം ഉണ്ടല്ലോ, അവിടെ ഇരിപ്പുണ്ട്. നീ പറയുന്ന സന്തോഷം ഉണ്ടല്ലോ, അവിടെ ഇരിപ്പ്. തോന്നാ മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നോക്കിയേ, നരക കവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടില്ല. ഒറ്റ ഒരുത്തം നിന്നെ തൊടത്തില്ല. ഈ വചനവും ചക്കി വെച്ചുകൊണ്ട് പോയാലേ ഒരു മന്ത്രവാദി ഓടും. നിരീശ്വരവാദി തല തുണിയിട്ടുകൊണ്ട് ഓടും, കാല് പറിച്ച് ഓടും. ഇത് ജീവിക്കുന്നവൻ്റെ ജീവിതത്തിലെ കാര്യമാണ് പറയുന്നത്. ഇത് നീ ജീവിച്ച് തുടങ്ങുമ്പോ പിന്നെ നിനക്ക് വിഷമിക്കണ്ടടാ കൊച്ചേ. ബാങ്ക് മാനേജർ നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ലോണ് തരും. മുഖ്യമന്ത്രി നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പേപ്പർ തരും. Provided you live it faithfully. സത്യസന്ധമായി. കള്ളത്തിനെ കാണിക്കല്ല, വേലത്തിനെ കാണിക്കല്ല. സത്യസന്ധമായി ചങ്കിലുറപ്പിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കിയേ, വെളിപ്പെടുത്തൽ കൊടുക്കുക. നരക കവാടങ്ങൾ അങ്ങനൊന്നും പറ്റില്ല മക്കളെ. ഈ വചനമൊക്കെ ചങ്കി വെച്ച് കുറച്ചേരുന്ന് പ്രാർത്ഥിച്ചാലും ഗുണമാണ് പറയുന്നത്.
നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും. നിനക്ക് ഭൂമിയുടെ മേലും അധികാരമുണ്ടാകും, സ്വർഗത്തിൻ്റെ മേലും അധികാരമുണ്ടാകും. അത് ഞങ്ങൾ വിശ്വസിച്ചത് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളാണ്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് പറഞ്ഞു പോയതേ ഉള്ളൂ. കിട്ടിയത് നിനക്ക് നോക്കിയേ. പത്രോസ്, നീ തീരുമാനിച്ചു. നീ പറയുന്നത് ഞാൻ നടത്തിയിരിക്കും. നീ പറയുന്നത്, നീ ഭൂമി കെട്ടിയ ഞാൻ അവിടെ കെട്ടി, നീ ഇവിടെ അഴിച്ചാൽ ഞാൻ അവിടെ അഴിച്ചു. പ്രാർത്ഥനയെ പറ്റിയാ മക്കളെ പറയണേ. ഈ ആഴമേറിയ ബോധ്യമുള്ള പ്രാർത്ഥന സംഭവിച്ചിരിക്കും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറഞ്ഞു കേൾക്കേണ്ടതല്ല, പ്രസംഗിച്ച് കേൾക്കേണ്ടതല്ല. വാവിട്ട് നിലവിളിക്കുമ്പോൾ നിന്റെ മുമ്പിൽ തെളിയേണ്ടതാണ് ക്രിസ്തു. ദൈവമക്കൾ എഴുന്നേറ്റ് ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് വിളിച്ചു പറഞ്ഞ്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണേ ഒന്ന് പറഞ്ഞേ. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണേ, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണേ. ഹീരാ 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 കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. പാപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്ക